ഹരിയാസ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ അപ്പോൾ ഈ ഉറങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിലല്ല ഭയങ്കരമായിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഹെൽപ്പ് കിട്ടും. ഓക്കെ, ഉറക്കിൽ മലക്കളുടെ പ്രാർത്ഥനകൾക്ക്, അതേപോലെ തന്നെ പിശാചിൻ്റെ ശല്യത്തിൽ നിന്ന്, അപ്പോൾ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടാനും പ്രാർത്ഥനകൾ കിട്ടാനും അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനൊക്കെ ആയിട്ടുള്ള 6 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് വിത്ർ നമസ്കരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതായാലും നമസ്കരിക്കാറുണ്ട്, അതുപോലെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാറുണ്ട്. അതിനുശേഷം വിത്ർ നമസ്കരിക്കുക എന്നുള്ളതാണ്. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആയത്തുൽ കുർസി പതിവാക്കണം. ഉറങ്ങുന്നതിന് മുമ്പല്ലേ, എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി പതിവാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറക്കിൽ നിന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെയും നമ്മൾ തിരിഞ്ഞു കിടക്കുന്ന സമയത്തൊക്കെയും മലക്കുകളുടെ പ്രാർത്ഥന നമുക്കുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഖുർആനിൽ നിന്ന് അല്പം ഓതുക എന്നുള്ളതാണ്. ഉറങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഖുർആനിൽ നിന്ന് അല്പം ഓതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്വന്തമായിട്ട് ഹിസാബ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്നത്തെ ദിവസം ആരോടൊക്കെ തെറ്റ് ചെയ്തു, എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത്, അതിൽ നിന്നൊക്കെ പടച്ചവൻ്റെ പൊറുക്കൽ തേടുക. നാളെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ നമ്മൾ ഉറച്ച തീരുമാനം എടുക്കുക. വ്യക്തികളോടാണെങ്കിൽ പോയിട്ട് പിറ്റേ ദിവസം പോയിട്ട് മാപ്പ് പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ തന്നെ ഹിസാബ് ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക്, ഒരു സംഭവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വുളു എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, വുളു എടുത്തുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക എന്നുള്ളതാണ്. പിന്നീട് ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയും കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ആ പ്രാർത്ഥന കൂടി നമ്മൾ ചൊല്ലുവാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യ. ഓക്കെ, ഈ പ്രാർത്ഥനയും നമ്മൾ ചൊല്ലാൻ വേണ്ടി പഠിക്കുക. ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്, അത് വേണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.